മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യത തെളിയുകയാണ്. ഇന്ത്യക്കും യുഎസിനുമിടയിൽ സവിശേഷ ബന്ധമെന്ന ട്രംപ് പറഞ്ഞതിനെ നരേന്ദ്രമോദി സ്വാഗതം ചെയ്തതോടെയാണ് പ്രതീക്ഷകൾ ഏറുന്നത്. സാഹചര്യം മെച്ചപ്പെട്ടാൽ മോദി യുഎസ് സന്ദർശിച്ചേക്കുമെന്നറിയുന്നു. അതേസമയം അമേരിക്കൻ IT കമ്പനികളോട് ഇന്ത്യൻ ഔട്ട്സോഴ്സിംഗ് നിർത്താൻ ട്രംപ് നിർദ്ദേശിച്ചതായി സൂചനയുണ്ട്. യുഎസിലെ തീവ്ര വലതുപക്ഷ അനുകൂലികളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലാണ് ഈ വാർത്ത പ്രചരിക്കുന്നത്. അജയ് സുധ ബിജുവാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അജയ്, ഗുഡ് മോർണിംഗ്. മഞ്ഞുരുകുകയാണ്. നല്ല വാർത്തകൾ കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അതിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? അശ്വതി, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്നലെ മുതലുള്ള സാഹചര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ US ബന്ധത്തിൽ അത് പുതിയൊരു മാറ്റം വരുമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം തുടർച്ചയായിട്ട് ഇന്ത്യക്കെതിരെ ഇന്ത്യ വിരുദ്ധ ആരോപണങ്ങളും അതുപോലെ തന്നെ മെസ്സേജുകളും അദ്ദേഹം മാധ്യമങ്ങൾ വഴി നൽകിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടുകൾ വഴിയും വളരെയധികം മോശപ്പെട്ട രീതിയിൽ ഇന്ത്യയെ പറ്റി കമൻറ്റുകൾ നടത്തിയിരുന്നു. തുടർച്ചയായിട്ട് അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇന്ത്യയുടെ എക്കണോമി ഒരു ഡെഡ് എക്കണോമിയാണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് അതിന് ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യയാണ്, നരേന്ദ്രമോദിയാണെന്ന് അദ്ദേഹം കമൻറ്റ് ചെയ്യുകയുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധത്തെ പരിഹസിച്ചുകൊണ്ട് ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഒറ്റയടിക്ക് ഒരു മലക്കമറിയുന്ന കാഴ്ച ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ഇന്ത്യയുമായി ഒരു നല്ല ബന്ധത്തിലാണുള്ളതെന്നും നരേന്ദ്രമോദി അടുത്ത സുഹൃത്താണെന്നും അദ്ദേഹം മഹാനായ നേതാവാണെന്നും, എന്നാൽ ഇന്ത്യ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് എതിർപ്പുമെന്നും ട്രംപ് പറയുകയുണ്ടായിരുന്നു. അതിനുശേഷം ട്രംപിൻ്റെ ഈ വാക്കുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് മോദി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ട്രംപ് പറഞ്ഞതിനോട് യോജിക്കുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമാണുള്ളതെന്ന് മോദി അത് ഏറ്റുപറയുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ ഒരു നല്ല വാക്കുകൾ ഇരു നേതാക്കളും പരസ്പരം പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ US ബന്ധം അത് നല്ല രീതിയിൽ വീണ്ടും എത്തുന്നു എന്നുള്ള പ്രതീക്ഷകളാണ് പലരും പങ്കുവയ്ക്കുന്നത്. ഈ തരത്തിൽ ഇന്ത്യക്കെതിരെയുള്ള ഒരു വാദങ്ങൾ മുൻപ് ഉന്നയിച്ചതുപോലെയുള്ള ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒഴിവാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നരേന്ദ്രമോദി ട്രംപുമായി ടെലഫോണിൽ സംസാരിച്ചേക്കാം എന്നാണ് സർക്കാർ ഉന്നതതല വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതിനു മുൻപേ ട്രംപ് മോദിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചതായി ഒരു ഫ്രഞ്ച് മാധ്യമം റിപ്പോർട്ട് ചെയ്തിരുന്നു. 4 തവണ ടെലഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും മോദി പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ ഇത്തരത്തിൽ സാഹചര്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ ടെലഫോൺ വഴി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതുമാത്രമല്ല, ഈ മാസം 23-ാം തീയതി UN-ന്റെ 80ാമത് ജനറൽ അസംബ്ലി US-ൽ വെച്ച് നടക്കുന്നുണ്ട്. 23 മുതൽ 29 വരെയാണ് നടക്കുന്നത്. ഇന്ത്യയുടെ പ്രസംഗം 27-ാം തീയതിയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഇന്ത്യ അമേരിക്ക ഭിന്ന രൂക്ഷമായ സാഹചര്യത്തിൽ നരേന്ദ്രമോദി US-ലേക്ക് പോകില്ല. പകരം വിദേശകാര്യമന്ത്രി S ജയശങ്കർ US-ൽ പോയി ഇന്ത്യക്ക് വേണ്ടി പ്രസംഗിക്കും എന്നാണ് അറിയിച്ചിരുന്നത്. സാഹചര്യം മെച്ചപ്പെടുകയാണെങ്കിൽ മോദി അമേരിക്കയിലേക്ക് പോകാനുള്ള സാഹചര്യവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ UN ജനറൽ അസംബ്ലിയെ മോദി നേരിട്ട് അഭിസംബോധന ചെയ്യും. അതിനിടയിൽ വരുന്ന മറ്റൊരു വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അടുത്തിടെ ടെക് ഭീമന്മാരുടെ ഒരു മീറ്റിംഗ് വൈറ്റ് ഹൗസിൽ വിളിച്ചിരുന്നു. അതിന് പിന്നാലെ അമേരിക്കയിലെ ചില തീവ്ര വലതുപക്ഷ ഹാൻഡിലുകളിൽ നിന്ന് പ്രചരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ US കമ്പനികൾ ഇന്ത്യയിലേക്കുള്ള ഔട്ട്സോഴ്സിംഗ് നിർത്തും എന്നുള്ള ഒരു വാർത്തകളുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം, ടെക്നോ പാർക്കിലും അതുപോലെ തന്നെ ഇൻഫോ പാർക്കിലൊക്കെ ഉൾപ്പെടെ നിരവധി US കമ്പനികളുണ്ട്. ഇവയുടെ എല്ലാം പ്രവർത്തനം നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പരിഹാസ രൂപേണ ഒരു റൈറ്റ് വിങ് ആക്ടിവിസ്റ്റിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, അമേരിക്കൻസിന് ഇനി ഇംഗ്ലീഷ് അറിയാത്ത ഇംഗ്ലീഷ് പറയുന്ന ആളുകളോട് സംസാരിക്കേണ്ടി വരില്ല. കോൾ സെൻറ്റേഴ്സ് മേക്ക് അമേരിക്ക എഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മുദ്രാവാക്യമാണ് പറയുന്നത്. അതായത് അമേരിക്കയിൽ നിന്ന് കോൾ സെൻറ്ററുകളിൽ വിളിക്കുമ്പോൾ 1 അമർത്തിയാൽ സ്പാനിഷും അതുപോലെ തന്നെ 2 അമർത്തിയാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇനി മുതൽ 2 അമർത്തി ഇംഗ്ലീഷ് അറിയാത്തവരോട് ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഗതികേട് അമേരിക്കൻസിന് വരില്ല എന്നാണ് പരിഹാസ രൂപേണ ഇതിനെ പലരും പറയുന്നത്, ഈ റൈറ്റ് വിങ് ആക്ടിവിസ്റ്റ് പലരും. പക്ഷേ സർക്കാർ തലത്തിൽ അമേരിക്കയിൽ നിന്ന് ഈ ഒരു കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ ഒരു തീരുമാനം ടെക് ഭീമന്മാരുമായിട്ട് ട്രംപ് കൂടിക്കാഴ്ച നടത്തിയ സാഹചര്യത്തിലാണ് ഈ ഒരു ആക്ഷേപത്തിന് ശക്തിയേറുന്നത്. ഇത്തരത്തിലൊരു കാര്യം അത് പ്രാബല്യത്തിൽ വന്നാൽ അത് തീർച്ചയായിട്ടും മറ്റൊരു തലത്തിലേക്ക് ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ നഷ്ടം, അത് ഇപ്പോൾ വ്യാപാര മേഖലയായിട്ടുള്ള തുണിത്തരങ്ങൾ, അതുപോലെ തന്നെ ഈ വജ്രം, സ്വർണം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ മാത്രമല്ല IT മേഖലകളിൽ ഉൾപ്പെടെ തൊഴിൽ നഷ്ടം അത് ഇന്ത്യയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് താരിഫ് വിഷയത്തിൽ അതുപോലെ തന്നെ നയതന്ത്ര ബന്ധം കൂടുതൽ ഒരു
വഷളാകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ നിലവിൽ ഇതൊക്കെയാണ് സാഹചര്യങ്ങൾ. അതുപോലെ തന്നെ ട്രംപ് അടുത്ത മാസത്തോടുകൂടി ഏഷ്യ സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. ഏഷ്യ പസഫിക് സാമ്പത്തിക സമ്മിറ്റിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. സൗത്ത് കൊറിയ സന്ദർശിക്കുമെന്നുള്ള സൂചനകളുണ്ട്. അപ്പോൾ ഈ സന്ദർശനത്തിൽ ശരി അജയ്, എന്തായാലും മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രാവിലെ.